നമ്മുടെ സഭയ്ക്കകത്ത് ഞാൻ പാർലമെന്റിൽ പ്രവർത്തിച്ചാലാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിങ്ങൾ പലരും എത്രയോ കാലത്തെ അനുഭവ സമ്പത്തുള്ളവരാണ്. നമ്മൾ ഈ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. അത് ചില തലക്കെട്ടുകൾക്ക് വേണ്ടി പറയുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പറയാൻ പറ്റും. വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, പ്രകോപനത്തിലേക്ക് എത്തിക്കുക. എന്തായിരുന്നു കൂത്തുപറമ്പ് സമരം? അദ്ദേഹം പറഞ്ഞതായിരുന്നില്ല മുദ്രാവാക്യം. ഞാൻ അതിനകത്ത് അന്ന് എറണാകുളത്ത് അടികൊണ്ട ആളല്ലേ, നിങ്ങളുടെ പോലീസിന്റെ. ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റ പോയിന്റ് ഉള്ളൂ. അന്നത്തെ സമരം എന്ന് പറഞ്ഞാൽ TB അവിടുത്തെ സംവിധാനം സാനിറ്റോറിയം ഉണ്ട്, ശ്രീ MV രാഘവൻ അധ്യക്ഷനായ സാനിറ്റോറിയം. അതിന്റെ ഭൂമി ഒരു പുതിയ സൊസൈറ്റിക്ക് കൈമാറാണ്. ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K കരുണാകരൻ, അടുത്ത ആള് ശ്രീ MV രാഘവൻ. നോട്ട് ആസ് എ കപ്പാസിറ്റി, ഒഫീഷ്യൽ കപ്പാസിറ്റിയിലല്ല. ചീഫ് മിനിസ്റ്റർ കരുണാകരനല്ല, അല്ലെങ്കിൽ മറ്റ് മിനിസ്റ്റർ MV രാഘവനല്ല. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാണ്. ആ സൊസൈറ്റിയിലേക്ക് ഗവൺമെന്റിന്റെ ഭൂമി കൈമാറാണ്. ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് നേരെ ഒരു മെഡിക്കൽ കോളേജിന് അനുമതി നൽകുകയാണ്. ആ കടലാസ് സംഘടനയ്ക്കെതിരെ മെഡിക്കൽ കോളേജിന്റെ അനുമതി നൽകുന്ന അവിടേക്ക് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി വന്ന ഘട്ടത്തിലാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. അതിനെതിരെ അതാണ് സമരം. ചരിത്രം പഠിക്കണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ല, ചരിത്രം പഠിക്കണം. ഞങ്ങൾ പറയുന്നത് മാത്യു കുഴൽനാടനെ പോലൊരു വ്യക്തിക്ക് പുഷ്പൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ പേരുച്ചരിക്കാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഈ ബഹളം വന്നത്. ഒരു അർഹതയില്ല നിങ്ങൾക്ക്. 2 വരി മൂടി എന്ന് വെച്ചിട്ട് അത് മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് നാളെ നിങ്ങളുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ 2 കോട്ടിങ്ങോ നിങ്ങൾക്ക് കിട്ടുന്ന മാധ്യമ പരിലാളനയിൽ ഉണ്ടായെന്ന് വരാം. പക്ഷെ രക്തസാക്ഷികളുടെ പേരിലും പോരാട്ടത്തെയും ആ രൂപത്തിൽ നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഒരു തരത്തിലും അംഗീകരിച്ചു വരാൻ കഴിയാത്ത കാര്യമാണ്. ആ സഭയുടെ രേഖയിൽ ഉണ്ടാകും എന്നുള്ളത് വസ്തുതാവിരുദ്ധവും ചരിത്ര നിഷേധവും ഒരു പോരാട്ടത്തെ ആകെ റദ്ദാക്കാനുള്ള പ്രഖ്യാപനമായതുകൊണ്ടാണ് ഞാനത് ഈ അവസാനമായി ഇതുകൂടി സൂചിപ്പിച്ചത്.